ഇരിക്കുകയുള്ളൂ. താമരശ്ശേരി കൊലപാതക കേസിലെ പ്രതികളെ SSLC പരീക്ഷ എഴുതിക്കുന്ന വെള്ളിമാടുകുന്ന് ജുവനൈൽ ഹോമിലേക്ക് യൂത്ത് കോൺഗ്രസും മാർച്ച് നടത്തിയിരിക്കുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മതിൽ ചാടിക്കടന്നു. നേരത്തെ KSUവിന്റെയും MSFന്റെയും പ്രതിഷേധമുണ്ടായി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമുണ്ടാകുന്നത്. CV അനുമോദ് ഉണ്ട്. അനുമോദ് ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. പ്രതിഷേധം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, 2 പ്രവർത്തകർ മതിൽ ചാടിക്കടന്ന് ഉള്ളിൽ പ്രവേശിച്ചു. അവരെ ഇപ്പോൾ പോലീസ് പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അവരെ ഉള്ളിൽ നിന്നും പിടികൂടി പോലീസ് പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. വനിതാ പ്രവർത്തകയാണ്. അവരെ വനിതാ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. മറ്റൊരു പ്രവർത്തകനെ ഉള്ളിൽ നിന്ന് കോമ്പൗണ്ടിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്ത് തൂക്കിയെടുത്ത് കൊണ്ടുവരികയും ചെയ്തിരുന്നു. അതിന്റെ പിന്നാലെയാണ് MSFന്റെ സംസ്ഥാന അധ്യക്ഷനടക്കമുള്ളവർ പ്രതിഷേധിക്കാൻ ഇവിടെ എത്തിയത് കണ്ട് അവരെ മുൻകൂട്ടി പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നത്. വലിയ പ്രതിഷേധ സാധ്യതകൾ മുന്നിൽ കണ്ടു തന്നെ പോലീസ് ഇപ്പോൾ കൂടുതൽ സന്നാഹങ്ങളെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. ഈ കോമ്പൗണ്ടിന്റെ 4 ചുറ്റിലും പോലീസിന്റെ സാന്നിധ്യമുണ്ട്. ഏത് വഴി വേണമെങ്കിലും പ്രതിഷേധക്കാർ ഉള്ളിൽ കയറുമെന്നതിനാൽ അത് മുൻകൂട്ടി കണ്ടുള്ള ഒരു നടപടികളാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് ഇതുവരെ തുടങ്ങിയിട്ടില്ല. എപ്പോൾ വേണമെങ്കിലും അതും ഈ ജുവനൈൽ ജസ്റ്റിസ് കോമ്പൗണ്ടിന്റെ പ്രധാന പരിസരത്തേക്ക്, ഗേറ്റ് പരിസരത്തേക്ക് വരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാണെങ്കിലും രാവിലെ മുതൽ തുടങ്ങിയ പ്രതിഷേധ പരമ്പരകൾ ഇവിടെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അഭിലാഷ്. ഷഹബാസിന്റെ കൊലപാതകത്തിലെ പ്രതികളെ SSLC പരീക്ഷ എഴുതിക്കുന്നതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ആണ് ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. MSF പ്രവർത്തകർ പ്രതിഷേധ മാർച്ചുമായി എത്തിയിരുന്നു. KSU പ്രവർത്തകർ എത്തിയിരുന്നു. അതോടൊപ്പം യൂത്ത് കോൺഗ്രസുകാർ മതിൽ ചാടിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇനിയിപ്പോൾ വലിയൊരു പ്രതിഷേധം അവരുടെ ഭാഗത്ത് നിന്ന് തുടരും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.